നമസ്കാരം, ഞാൻ ദേവമാരാർ. ഞാനിപ്പോൾ ഒരു കലൂരികയിലാണുള്ളത്. കലൂരിക എന്നാൽ കളരി എന്നാണ് അർത്ഥം. ലോകത്ത് ആദ്യമായിട്ട് നിയമങ്ങളാൽ ചിട്ടപ്പെടുത്തിയെടുത്തിയ ഒരു ആയോധന കലയാണ് കളരിപ്പയറ്റ്. എല്ലാ ആയോധന കലകളുടെയും മാതാവെന്നാണ് കളരിപ്പയറ്റിനെ അറിയപ്പെടുന്നത്. പണ്ട് ബോധിധർമ്മൻ ചൈനയിൽ ചെന്നിട്ട് അവരുടെ ഭൂഘടന അനുസരിച്ചിട്ട് കളരിപ്പയറ്റിനെ മാറ്റം വരുത്തിയതാണ് ഷാവോലിൻ കുങ്ഫു എന്നും പറയപ്പെടുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന കളരി ആലപ്പുഴ കലവൂർ കാട്ടൂർ എന്ന സ്വദേശത്തിലെ ശ്രീ കോമളനാശാൻ്റെ കളരിയിലാണ്. കളരിയുടെ കൂടുതൽ വിശേഷങ്ങളെപ്പറ്റി അറിയുന്നതിനും കൂടുതൽ അറിവുകൾ നമുക്ക് പകർന്നു തരുന്നതിന് വേണ്ടി ഈ കളരിയുടെ നാഥനായിട്ടുള്ള ഗുരുക്കളെ വിളിച്ചുകൊള്ളുകയാണ് കോമളനാശാൻ. ഹാർദവമായ സ്വാഗതം ആശാനെ എന്ന് പറയും. നമസ്കാരം ആശാനെ. അപ്പോൾ ഒന്ന് രണ്ട് സംശയങ്ങൾ എന്നെപ്പോലുള്ള കളരിയെപ്പറ്റി കൂടുതൽ അറിവില്ലാത്ത ആൾക്കാർക്ക് പ്രാരംഭഘട്ടത്തിൽ അറിയാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും പൂത്തുറ അല്ലെങ്കിൽ കളരികളൊക്കെ. നമുക്ക് അവിടെ തന്നെ ഒന്ന് ആരംഭിക്കാം. എന്താണ് അതിൻ്റെ ഒരു ഐതിഹ്യവും മറ്റുള്ള കാര്യങ്ങളൊക്കെ? ഫസ്റ്റ് കളരി എന്ന് പറയുമ്പോൾ കളരിയിൽ ഇറങ്ങുന്ന പിള്ളേർ എണ്ണ തേച്ച് ഇറങ്ങണമെന്നാണ്. കളരി കിഴക്കുന്ന് കയറി പടിഞ്ഞാറ് വടക്ക് മൂലക്ക് നിന്ന് തൊഴാനാണ് പറഞ്ഞിരിക്കുന്നത്. പൂത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ 7 ചക്രങ്ങളാണ്. ആ ചക്രങ്ങളാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ 7 മൂലാധാരം തൊട്ട് മൂർത്താവ് ഇത് കൂട്ടി യോജിപ്പിച്ചാണ് ഈ കളരിപ്പയറ്റ് തുടങ്ങുന്നത് തന്നെ. ഇതിനാണ് നമ്മുടെ 7 വിളക്ക് കത്തിക്കുന്നത്. അത് യോഗയിലും കളരിയിലും ഒക്കെ എല്ലാം ശരീരം കൊണ്ട് തന്നെ നമ്മുടെ ശരീരമാണ്, നമ്മളാണ് ഇവിടെ, നമ്മളെയാണ് തൊഴണത്. അല്ലാതെ ഒരു ദൈവത്തിൻ്റെ ഫോട്ടോ വെച്ച് എല്ലാ കളരി മാക്സിമം തൊഴണം. സങ്കല്പം ഇതാണ്. നമ്മൾ മൂലാധാരം തൊട്ടും മൂർത്താവ് കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് നമ്മൾ പഠിപ്പിക്കുന്ന സ്ഥലത്തിനാണ് കളരി എന്ന് പറയുന്നത്. കളരി എന്തിനും ഒരു കണക്കൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ 21 അടി വീതി 42 അടി നീളത്തിനാണ് കളരി എന്ന് പറയുന്നത്. അപ്പോൾ കളരി തുടങ്ങുന്നത് അങ്ങനെയാണ്. നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് ഡെവലപ്പ് ചെയ്ത സാധനമാണ്. അന്ന് പറഞ്ഞിട്ടുണ്ട് 64 ലോക്ക് പറഞ്ഞിട്ടുണ്ട്, 64 വെട്ടുകൈ പ്രയോഗം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആയുധങ്ങൾ എടുക്കാത്ത അതിൻ്റെ ഓരോ ഭാഗങ്ങൾ പ്രത്യേകം താരി ഉൾപ്പെടെ എഴുതി നമ്മളെ പഠിപ്പിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങളെ പഠിപ്പിച്ചതെന്ന് വെച്ചാൽ ഒരു ലോക്ക് അതിൻ്റെ പേര് പറഞ്ഞാൽ പഠിപ്പിച്ചു. ആ പേര് പഠിപ്പിച്ചിട്ടാണ് നമ്മൾ ആ ലോക്ക് ചെയ്യുന്നത്. ഞാനൊരു ലോക്ക് പിടിക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ പേര് പറഞ്ഞാൽ പിള്ളേരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു അടിസ്ഥാനം ഇത് കെട്ടിപ്പടുത്തിയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വളരെയേറെ ശരീരത്തിൽ ഗുണം ചെയ്യുന്നത് മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു വിദ്യ എന്ന് പറഞ്ഞാൽ കളരിപ്പയറ്റ്. എണ്ണ ചേർന്നാണ് കളിക്കുന്നത്. 2 പേരുണ്ടെങ്കിൽ മാത്രമേ ആ കളരി ആ പിള്ളേർ വിജയിക്കത്തുള്ളൂ. ഒറ്റയാൾ നിന്ന് കളിക്കുന്ന വിദ്യയല്ല, 2 പേര്. എല്ലാ ആയുധത്തിൻ്റെയും അടിസ്ഥാനം 2 പേര് വേണം. പിന്നെ ഒരു മനുഷ്യനെ പഠിക്കാൻ ഏറ്റവും വലിയ വിദ്യ എന്ന് പറഞ്ഞാൽ കളരിയാണ്. കളരി പഠിക്കാൻ നേരത്തെ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ട ബുദ്ധി വികാസം, ശരീരത്തിൻ്റെ എല്ലാ പേശികളെയും ഞാടിഞരമ്പുകളെയും എനർജി കൊടുക്കുന്ന ഒരു അഭ്യാസമാണ് കളരിപ്പയറ്റ്. ആ ശാസ്ത്രീയ വശമാണ് അതിൻ്റെ അത് പറഞ്ഞിരിക്കുന്നത്. അഭ്യാസം പഠിക്കുന്നത് ഓരോ മൃഗങ്ങളുടെയും ഓരോ മനുഷ്യൻ്റെ നീക്കങ്ങളും മാറ്റങ്ങളും സൂക്ഷ്മതയായിട്ട് കണ്ടുപിടിച്ചിട്ടാണ് ഈ അഭ്യാസം നമ്മൾ ഡെവലപ്പ് ചെയ്തത്. വ്യായാമം, അസുഖം ഉണ്ടാകാതിരിക്കാനുള്ള വ്യായാമ മുറ ശരീരത്തിന് ഏറ്റവും വലിയ ഫലപ്രദമായിട്ട് ചെയ്യുന്നത് ശരീരത്തെ അസുഖത്തിനെ അകറ്റുക എന്നാണ്. അസുഖം എന്താണെന്ന് വെച്ചാൽ ശത്രുവാണ് ആരാണെന്ന് ചോദിച്ചാൽ അസുഖത്തിനെ അകറ്റാൻ വേണ്ടിയാണ് നമ്മൾ വ്യായാമ മുറ. ഓരോ അസുഖത്തിനും പ്രത്യേകം വ്യായാമ മുറ ഇതിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ 18 കാലുകൾ ചെയ്യിക്കുന്നുണ്ട്. നേർകാല്, കോൺകാല്, വീതുകാല്, അകകാല്, തിരിച്ചുകാല്, ഇരുത്തിക്കാല്, ഇങ്ങനെ 8 കാല് പ്രധാനപ്പെട്ട ഒരു വിദ്യാർത്ഥി പഠിച്ചിരിക്കണമെന്നാണ്. ഒരു വർഷത്തിനുള്ളിൽ 8 കാല് വൃത്തിയായിട്ട് ചെയ്യണമെന്നാണ്. എന്നിട്ട് അവന് കോൾത്താരി പറയുന്നുണ്ട്. കെട്ടുതാരി എന്ന് പറയുമ്പോൾ ഭാഗം വെട്ടിയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അത് സൂക്ഷ്മത ഉണ്ടാക്കാനും കണ്ണിന് വേഗത ഉണ്ടാക്കാൻ വേണ്ടി മനുഷ്യൻ്റെ ആയുധം എടുക്കാൻ നേരത്തെ കണ്ണിൻ്റെ ചലനങ്ങൾ ഒപ്പിക്കാൻ വേണ്ടിയാണ് കെട്ടുതാരി എന്ന് പറയുന്നത്. 9 പന്തീര് ചാണാണ് അളവ് പറയുന്നതെങ്കിൽ 9 ചാണായിട്ടാണ് നമ്മൾ തല്ലി പഠിപ്പിക്കുന്നത്. 9 ചാണെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരമാണ് അളക്കുന്നത്. നമ്മുടെ നെറ്റിയൊപ്പം ചൊട്ടച്ചാനെന്നാണ് പറയുന്നത്. ഇങ്ങനെ അളന്നാണ് എടുക്കുന്നത്. ഒരിക്കലും തട്ടിക്കുട്ടിയൊരു വിദ്യയല്ല കളരിപ്പയറ്റ് എന്ന് വെച്ചാൽ ലോകത്ത് ഉച്ചിയിൽ നീക്കുന്ന ഒരു വിദ്യയാണ്. നമ്മുടെ ജോയിൻറ്റ് സംബന്ധമായ ക്ഷീണം, അടി കൊണ്ട് ബോധം പോയാൽ കാല് ചിരട്ട തെറ്റിപ്പോകാറുണ്ട്. കുറേ പിള്ളേർക്ക് ഷോൾഡർ ഊരി പോരാറുണ്ട്. ജോയിൻറ്റ് കംപ്ലയിൻ്റ് അപ്പം തന്നെ നമുക്ക് ഉറപ്പിക്കാം. അപ്പം തന്നെ പിടിച്ചിട്ട് നമ്മൾ അഴകെട്ടി ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നൊരു കളരി ഉണ്ടെങ്കിൽ ആ കളരിയുടെ പറ്റിയ ഒരു ചികിത്സാ രീതി കൂടെയുണ്ട്. ഒരു ചെറിയ ഷെഡ് കാണും. അത് ഇങ്ങനെയുള്ളവർക്ക് കുറ്റി ഉറപ്പിക്കുക വെച്ചാൽ ജോയിൻറ്റ് ഉറപ്പിക്കാനുള്ളൊരു മരുന്നും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ ചെറിയ മുറിവുണ്ടായ മുറിവിന് പുരട്ടാനുള്ള മരുന്നുകളൊക്കെ കളരിയിൽ ഉണ്ട്. നേരത്തെ 108 മർമ്മങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സംശയമാണ്, സാധാരണ ഈ തെക്കൻ കളരി, വടക്കൻ കളരി, തുളുനാടൻ കളരി നമുക്ക് ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അതെന്താണ് ഈ 3 കളരിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കളരിയിൽ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന 3 കളരിയാണ്. ഒന്ന് തെക്കൻ, ഒന്ന് വടക്കൻ, ഒന്ന് മധ്യകേരളം. ഇതാണ് വ്യത്യസ്തമായി നിൽക്കുന്നത്. തെക്കനും വടക്കൻ, മധ്യകേരളം എന്ന് പറയുമ്പോൾ അത് വ്യത്യസ്തമായത് വടക്കൻ ആയുധത്തിന് പ്രാധാന്യം കൊടുത്തും അലങ്കാരമാണ് കൂടുതലും അതിൽ.
തെക്കനിൽ ചുവടുകൾക്ക് പ്രാധാന്യം കൊടുത്തും മധ്യ കേരളത്തിൽ കൈകാലുകൊണ്ട് ആയുധമാക്കി വെട്ടും തടലയും പഠിപ്പിക്കുകയാണ്. അപ്പോൾ മൂന്നും ചെറിയ വ്യത്യാസം. എന്നാൽ ഞാൻ ഇത് മൂന്ന് വിദ്യയും ഞാൻ പഠിച്ചിട്ടുണ്ട്. ആഴ്ചയിൽ നമ്മളൊരു ഷൂട്ടിംഗ് അല്ലെങ്കിൽ നമ്മളൊരു മത്സര രംഗത്തൊക്കെ പോകാനത്ത് അലങ്കാരം കാണാൻ ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് അല്ലെങ്കിൽ പുറത്തൊരു പരിപാടി ചെയ്യാൻ വടക്കൻ സമ്പ്രദായത്തിൽ ആയുധം ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിൽ ഒരുപാട് നല്ല ഭംഗിയായ അലങ്കാരമായ ചുവടുകളുണ്ട്. അതിൻ്റെ നീക്കവും മാറ്റമൊക്കെ നല്ല രസമാണ്. പക്ഷേ അത് മധ്യ കേരളത്തിൽ അത്ര സൗന്ദര്യമില്ലെങ്കിലും മനുഷ്യനെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ഒരാളെ തുരത്താൻ, ഒരാളെ നമ്മുടെ ശത്രുവിനെ അകറ്റാൻ വേണ്ടി മധ്യ കേരള അഭ്യാസമാണ് ഉതകുന്നത്. കഠിനമായിട്ട് ആൾക്കാർ പാഞ്ഞു കളയുന്ന സൈസ് മർമ്മപ്രയോഗങ്ങൾ അതിലുണ്ട്. അത് പൊതുവെ പഠിക്കാത്ത കാരണം അതിനോട് അവജ്ഞ ഉണ്ട്. കുറച്ച് പേർക്ക് അത് അത്ര ശരിയാണോ എന്നുള്ളൊരു കാഴ്ചപ്പാട്. ഇവിടെ നമുക്ക് ആയുധങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഓരോ ഓർഡറിലൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരാൾ ഇവിടെ തുടക്കം മുതൽ ഈ ആയുധങ്ങൾ എടുക്കുന്നതിന് ഓർഡറുകളുണ്ട്. ഉണ്ട്. ഫസ്റ്റിൽ മെയ്പ്പൈറ്റ് പഠിക്കുക എന്ന് പറയും. മെയ്പ്പൈറ്റ് എന്ന് വെച്ചാൽ ശരീരവനം ഒതുക്കാൻ വേണ്ടിയുള്ളത്. കൈകാലുകൾ ശരീരത്തോട് ചേർത്ത് വെച്ച് പഠിക്കാനുള്ള മെയ്പ്പൈറ്റ് ഉണ്ട്. അതിന് വായുബലം കിട്ടുക. മെയ്പ്പൈറ്റ് ചെയ്യുന്ന കാരണം വായുബലം കിട്ടുക. വായുബലമാണ് അതിൻ്റെ പ്രത്യേകത മെയ്പ്പൈറ്റ്. രണ്ടാമത് നമ്മൾ അത്ര ശരീരം ഒതുക്കുകയും ചാടിയും നീക്കുകയൊക്കെ ചെയ്യാൻ പറ്റാവുന്ന നേരത്താണ് നമ്മൾ കോൽത്താരി എന്ന് വെച്ചാൽ വലിയ വടി കൊടുത്തിട്ട് അത് തല്ലിക്കും. അത് കയറി ഇറങ്ങി വലത്തും കയറി കൊട്ടി ഇടത്തും കയറി കൊട്ടി എന്നുകൊണ്ട് വല്ല അടി കൊണ്ട് തലപ്പിച്ചിട്ട് അതിൻ്റെ 12 ഭാഗം ഫൈറ്റുണ്ട്. ഒരു ഭാഗത്തിന് 32 അടിയുണ്ട്. അപ്പോൾ കയറും തോറും ഒരു 5 അടി 4 അടി കൂടി വരും. അപ്പോൾ 12 ഭാഗം. അങ്ങനെ ഓരോ ഭാഗം പഠിപ്പിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ അതിൽ ചെറിയ വടി കൊടുക്കുന്നത്. 6 ജാൻ കൊടുക്കും. 6 ജാൻ തല്ലിക്കഴിയുമ്പോൾ മുച്ചാൻ കൊടുക്കും. ഒറ്റ അങ്ങനെ ആയുധങ്ങളുടെ കൂമ്പാരമാണ് കളരിയിൽ. അങ്ങനെ അവസാനമായിട്ട് കൊടുക്കുന്ന അവസാനമായിട്ട് പറയുന്നത് നമ്മൾ കൈ കൊണ്ടുള്ള പ്രയോഗം. ഈ ആയുധം എല്ലാം പഠിച്ചു കഴിഞ്ഞ് വെറും കൈ ഫൈറ്റ് എന്ന് പറയും. പക്ഷേ ഈ ആയുധം നമ്മൾ കൊണ്ടു നടന്ന് അടിക്കാനുള്ള ഒരു ആയുധം വെച്ച് പഠിപ്പിക്കാതെ ആയുധത്തിനോടുള്ള പേടി മാറും പിള്ളേർക്ക്. ഒരു സാമൂഹിക വരുന്നൊരു ആയുധമായിട്ട് വന്നത് പിടിച്ചു മേടിക്കാൻ സിമ്പിളായിട്ട് പിടിച്ചു മേടിക്കാൻ പറ്റും. അതിന് പറയുന്നത് വെറും കൈ ഫൈറ്റ്. അത് ഏറ്റവും അവസാനം പഠിപ്പിക്കുന്നൊരു കൈയാണ്, കൈ കൊണ്ട് മാത്രം. അതാണ് ആയുധങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ അവൻ ആയുധത്തിനോടൊരു ആയുധം കാണാതെ പേടിയുണ്ടാകത്തില്ല, ഉൾഭയം ഉണ്ടാകത്തില്ല. അല്ലാത്തൊരു വിരണ്ടു പോകും, ശരീരം മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു വിദ്യയും ഓതകത്തില്ല. ലോകത്ത് തന്നെ ആദ്യമായിട്ട് കളരി സ്ഥാപിച്ചത് പരശുരാമനാണെന്നുള്ളൊരു അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആചാര്യ സംസ്കൃത കൃതികളിൽ പോലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ധനുർവേദത്തിൽ നിന്നിട്ട് കളരിപ്പയറ്റിൽ നിന്നിട്ട് ശാരീരിക അസ്വസ്ഥതകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ആയുർവേദ ചികിത്സയ്ക്കും തമ്മിൽ സമ്മിശ്രമായിട്ടുള്ളൊരു ലിഖിതം പരശുരാമൻ്റെ കൃതിയിലുണ്ടെന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം, അതായത് ഒരു മനുഷ്യൻ ഇപ്പോൾ ആധുനിക കാലത്ത് ഒരു മനുഷ്യൻ കളരി പഠിച്ചു കഴിഞ്ഞാൽ അയാൾക്കുണ്ടാകുന്ന ഗുണങ്ങൾ ആയുർവേദപരമായിട്ട് ഇപ്പോൾ ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു ഉൾക്കോ അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും ഒരു നടുവേദന വന്നു കഴിഞ്ഞാൽ അയാൾക്ക് എന്തുമാത്രം കളരി പഠിക്കുന്ന ആൾക്കാർക്ക് എത്ര ശതമാനം ഒരു പ്രയോജനപ്പെടും? കളരിപ്പയറ്റ് പഠിച്ച ഒരു ആശാൻ 40 വീട് ചുറ്റളവിൽ, പണ്ട് ലൈസൻസിൻ്റെ പുറയിൽ എഴുതും 40 വീടിൽ ചുറ്റളവിൽ മാതൃകയാകണമെന്നാണ്. മാതൃക എന്ന് വെച്ചാൽ പ്രതിഫലം മേടിക്കരുമെന്നാണ്. കൈകാല് ഉളുക്കി വന്നാൽ അതുപോലെ ഒരു രോഗീനെ കൈയടറിയ അല്ലെങ്കിൽ കൈ ഷോൾഡർ ഊരി വന്നാൽ അത് പിടിച്ചിട്ട് കൊടുത്ത് അതിന് വേദനം പറ്റരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കളരിയാശാന് 40 വീട് ചുറ്റളവിൽ മാതൃകയാകണമെന്നാണ്. ഞാൻ പ്രേക്ഷകരായിട്ടൊരു കാര്യം പറയട്ടെ. നമ്മൾ ഹൈന്ദവ വിശ്വാസത്തിൻ്റെ പേരിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ ആശാൻ്റെ അടുക്കൽ ചോദിച്ചു കഴിഞ്ഞു. അതൊരിക്കലും ഹൈന്ദവ വിശ്വാസത്തിൻ്റെ മാത്രമായിട്ടുള്ള കുത്തകയായിട്ട് കളരിപ്പയറ്റിനെ കാണുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചതല്ല. ഇവിടെ ലിംഗഭേദമന്യേ ജാതിഭേദമന്യേ എല്ലാവരും കളരിപ്പയറ്റ് ഇവിടെ പഠിക്കുന്നുണ്ട്. ഇവിടെ നിന്നല്ല, ലോകത്തിലുള്ള എല്ലാ കളരിപ്പയറ്റിൻ്റെ കേന്ദ്രങ്ങളിലും ജാതി മതഭേദമന്യേ ലിംഗഭേദമന്യേ എല്ലാ കുട്ടികളും പഠിക്കുന്നുണ്ട്. ഒരിക്കലും എൻ്റെ ആ ചോദ്യം തെറ്റായി കാണരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പം വരും വിശേഷങ്ങൾ കുട്ടികളുടെ പ്രാക്ടീസും മറ്റും കണ്ടതിന് ശേഷം നമുക്ക് ആശാനോട് തന്നെ ചോദിച്ചറിയാം.
അച്ഛനെ നമ്മളുടെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. നമ്മളൊരു കാര്യത്തെ പറ്റിയിട്ട് സമൂഹത്തിലേക്ക് ഒരു മെസ്സേജോ ഒരാളെ പരിചയപ്പെടുത്തുകയോ ഒരു ചികിത്സാ ചെയ്യുകയോ അല്ലെങ്കിൽ എന്തൊരു പുതിയ കാര്യം നമ്മൾ പരിചയപ്പെടുത്തുകയാണെങ്കിൽ, പഴയ കാര്യമാണെങ്കിലും പരിചയപ്പെടുത്തുകയാണെങ്കിൽ അയാൾക്ക് എത്ര വർഷത്തെ പാരമ്പര്യമുണ്ട്, എന്തുമാത്രം എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളൊരു സംശയം എല്ലാവരുടെ ഉള്ളിലേക്ക് വരും. ആ ഒരു ചോദ്യം ഞാൻ ആശാൻ്റെ അടുക്ക് ചോദിക്കണം. ഈ ഒരു കളരി മേഖലയിലേക്ക് വന്നിട്ട് എത്ര വർഷമായി? അത് കണക്കിന് ഈ പാരമ്പര്യ ഈ ചികിത്സാ രീതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഞാൻ കളരിപ്പറ്റി എനിക്ക് കൊച്ചിലോട്ട് കളരിയോട് താല്പര്യം, വീഡിയോ കാണാറുണ്ട്. മറ്റുള്ള കലകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, കരാട്ടയായിരുന്നു. എന്നാൽ എനിക്ക് നമ്മുടെ തനതായ ആയോധന കല പഠിക്കാൻ വേണ്ടി തന്നെയായിരുന്നു താല്പര്യം. അങ്ങനെ എനിക്ക് ആദ്യമായിട്ട് ഞാൻ തിരക്ക് പിടിച്ച് വന്നപ്പം തലവടിയിൽ കങ്കളിയാശാൻ എന്നോ ജ്ഞാനേന്ദ്രക്കാരൻ, പക്ഷേ ഒരു ഫേമസ് കളരിക്കാരായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ കുറച്ച് ഈ ചുവടുകളും ലോക്കുകളൊക്കെ പഠിച്ച് അവിടെ നിന്നാണ് തിരുമ തുടങ്ങിയത്. പിന്നെ ഞാൻ എൻ്റെ ആശാൻ്റെ കൂടെ നിന്ന് സഹായിച്ച് അങ്ങനെ ഇപ്പോൾ ഒരു 35 വർഷത്തെ പരിചയമുണ്ട് എനിക്ക് ഈ തിരുമുമായിട്ട്. ഒരുപാട് ആശാന്മാരുടെ, എനിക്ക് പ്രധാനപ്പെട്ട ഒരുപാട് ആശാന്മാരുടെ പേര് പറയാനുണ്ട്. ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് പോയിരുന്നെങ്കിൽ ഞാൻ ഈ കല ഇത്ര എനിക്ക് വലുതാക്കാനൊക്കത്തില്ലായിരുന്നു. ഞാൻ കണ്ട രീതിക്ക് പലയിടത്തു നിന്ന് പഠിക്കണമെന്നാണ്, വിദ്യ പലയിടത്തു നിന്ന് പഠിക്കണമെന്ന്. ഒരു സ്ഥലത്തൊന്നും നമുക്ക് വിദ്യ കിട്ടത്തില്ല. അത് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ പലയിടത്തും എന്നാലേ ഒരുപാട് ഐറ്റം നമുക്ക് ചെയ്യാനൊക്കെ. എനിക്ക് ആശാൻ അങ്ങനെ എനിക്കൊരു കല പഠിപ്പിച്ച കാരണം ഒരുപാട് പേരുടെ അസുഖം മാറ്റാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഒരുപാട് പേര് നടുവേദന, അതായത് ഡിസ്കിൻ്റെ അകൽച്ചയൊക്കെ ഞാൻ കാല് മരയിപ്പ്, ബ്ലഡ് ഓട്ടയില്ല, ഞാൻ കാല് തളർന്നു പോകുമെന്ന് പറഞ്ഞൊക്കെ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റി. ചിലവരൊക്കെ അത് ഒരു വ്യവസായ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞ ആൾക്കാരെ പേടിപ്പിക്കുന്നത്. നമ്മുടെ മുമ്പിലൊരു രോഗി വരാൻ നമ്മുടെ ജീവനെ പോലെ കണ്ടിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഇത് ഫലിക്കും, അതിൽ സത്യമുണ്ട്, പിന്നെ അതിൽ കള്ളത്തിനും ചെയ്തിരിക്കും. ഇതൊക്കെയാണ് ഞാൻ ആശങ്കപ്പെടുന്നത്. 10,000-2000 പേരാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ ഞാൻ കണക്ക് പറഞ്ഞ് പൈസ മേടിച്ചിട്ടുണ്ടോ അഞ്ഞി തൊഴിലാ അവിടെ നിന്ന് വിളിക്കാം. ശരി. അപ്പം നമുക്ക് ഈ പരിപാടിക്കൊരു സമയപരിമിതി ഉള്ളത് കൊണ്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മൾ പുറകെ അപ്ഡേറ്റ് ചെയ്യുക. നമ്മുടെ പ്രേക്ഷകരോടാണ് എനിക്ക് പറയാനായിട്ടുള്ളത്, ചികിത്സാ രീതിയുമായിട്ടോ ആയോധന പരിശീലന കേന്ദ്രങ്ങളുമായിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ആശാൻ്റെ കോൺടാക്ട് നമ്പറും അഡ്രസ്സും നമ്മൾ ഈ പരിപാടിയോടൊപ്പം നമ്മൾ കാണിക്കുന്നതാണ്. ആവശ്യക്കാരെന്ന് ബന്ധപ്പെടുക. എല്ലാവിധ വിജയത്തിനും വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുന്നുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.